ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നാളെ ന്യൂ ഇയർ ആണ്. 2024 എല്ലാവർക്കും നന്മ നിറഞ്ഞതാകട്ടെ. തംബ്നെയിൽ കണ്ട പോലെ ഐസ്വാൾ സ്ട്രീറ്റിലൂടെ ഒരു രാത്രികാല സഞ്ചാരം കണ്ടാലോ? അപ്പോൾ വെൽക്കം ടു ഐസ്വാൾ മിസോറാം. ഇപ്പോൾ രാത്രി ഏതാണ്ടൊരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. ഇതൊരു പാർക്കാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡെക്കറേഷൻസ് നമുക്കവിടെ കാണാൻ പറ്റി. ഒരുപാട് ലൈറ്റിൻ്റെ ഡെക്കറേഷൻസ്, പിന്നെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല സ്പോട്ടുകളൊക്കെ കണ്ടു. പിന്നെ എനിക്ക് തോന്നിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓരോ ജംഗ്ഷനിലും പ്രത്യേകം പോലീസൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നി ഇവിടെ. അതുപോലെ ഇവിടുത്തെ റോഡിൻ്റെ വൃത്തി അത് എടുത്ത് പറയേണ്ടതാണ്. ഇവിടുത്തെ എല്ലാ റോഡും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ റോഡും നല്ല നീറ്റാണ്. അതുപോലെ ഞങ്ങളൊരു കാഴ്ച കണ്ടു, എനിക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ റോഡിലൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു വേസ്റ്റ് കാണും അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടനെ അവിടെ ക്ലീൻ ചെയ്യാൻ ആളുകളുണ്ട്. അപ്പോൾ തന്നെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോ എടുക്കാൻ സ്പോട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്തും. അവിടെ നിന്നപ്പോൾ എൻ്റെ ഒരു ബോർഡ് എനിക്ക് എൻ്റെ കണ്ണിലുടക്കി. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു ബോർഡ് കണ്ടില്ലേ, ലൈവായിട്ട് കാണാം. അതുപോലെ ഇവിടെ അടുക്കി ബിൽഡിങ്ങാണ്, എല്ലാം വലിയ വലിയ ബിൽഡിങ്ങാണ്. അതുപോലെ അടുക്കി ഒട്ടും സ്ഥലമില്ലാത്ത രീതിയിലാണ് ഓരോ ബിൽഡിങ്ങും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മലകളുടെ കുന്നിൻ്റെയൊക്കെ മേളിലാണ് ഓരോ ബിൽഡിങ്ങൊക്കെ ഇരിക്കുന്നത്. അതുപോലെ രണ്ട് സൈഡിലും നടക്കാനായിട്ട് നമുക്ക് വഴിയുണ്ട്. രണ്ട് സൈഡിലും ഉണ്ടാകും. ഇതേ കണ്ടില്ലേ, റോഡിൻ്റെ രണ്ട് സൈഡിലും പോലീസുണ്ട്. ഇന്ന് അത്യാവശ്യം തണുപ്പും ഉണ്ട്. പിന്നെ മിസോറാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എത്ര രാത്രിയായാലും നമ്മൾ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ധൈര്യമായിട്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷയൊക്കെ അല്ലേ ടാക്സി പോലെ ഓടുന്നത്. ഇവിടെ പക്ഷേ കാറും പിന്നെ സ്കൂട്ടറും ഒക്കെയാണ് ടാക്സിയായിട്ട് പോകുന്നത്. കുറേ പോകുന്നുണ്ട് ഇങ്ങനെ ടാക്സിയായിട്ട്, എപ്പോഴും കാണും. ഓട്ടോറിക്ഷ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ, വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ടാക്സി ഇതേ കണ്ടില്ലേ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഐസ്വാളിലെ ഈ വർഷത്തെ ഡെക്കറേഷൻ്റെ ഏറ്റവും അടിപൊളി വ്യൂ ആണ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സിറ്റിയാണ് ഐസ്വാൾ. ഇതുപോലെ ഹാപ്പിയസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ മിസോറാമാണ്. എന്തായാലും ഞങ്ങളുടെ രാത്രിയിലത്തെ നടത്തം വെറുതെ ആയില്ല. അടിപൊളി വ്യൂ ആയിരുന്നു ഞങ്ങളെ കാത്തിരുന്നത് ഇവിടെ.
പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് നാളെ നമുക്ക് സൺഡേ ആണ്. സൺഡേ എന്ന ദിവസം ഇവിടെ മാർക്കറ്റൊന്നും ഓപ്പൺ ആയിരിക്കത്തില്ല. സൺഡേ ഇവിടെ ഫുൾ ഹോളിഡേ ആണ്. ഇന്ന് അത്യാവശ്യം കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ സാധാരണ എല്ലാ കടകളും ഒരു സന്ധ്യ അന്നൊരു 7 മണിയൊക്കെ ആകുമ്പം ഫുള്ള് ക്ലോസ് ആവും. അങ്ങനെയാണ് ഇവിടെ രാത്രിയിലൊന്നും കച്ചവടമൊന്നുമില്ല. അതുപോലെ രാവിലെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആവും സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ ഇന്ന് കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ നടന്ന് റോഡ് സൈഡിലൂടെ പോകുമ്പം അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. കടകളല്ല, റോഡ് സൈഡിൽ നിരത്തി വെച്ചേക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കാണാം. അതുപോലെ ചെറിയ എന്താ പറയുന്നത്, സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. ഇവിടെ ഗ്രില്ല് ചെയ്ത ചിക്കനും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇതുപോലെ പോകുന്ന സ്ഥലം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്.
ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഉണ്ണിക്കണ്ണനും കയറിയിരുന്നിട്ടുള്ള ഫോട്ടോ എടുക്കാനൊക്കെ. ഇവിടെ ഒരു മിററായിരുന്നു കേട്ടോ. ഇവിടെയും ചെറിയ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പാനിപ്പൂരിയും അതുപോലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പം തിരികെ അങ്ങോട്ട് നടക്കാൻ പോവാണ്. എടുത്ത ഫോട്ടോസ് എല്ലാം ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.